അത് ഒരിക്കലും ഒരു ഒഫീഷ്യൽ തലത്തിൽ ഇരുന്ന് പറയത്തില്ല. രാത്രി 8 മണിക്ക് ശേഷമായിരിക്കും മിക്കവാറും ഒക്കെ ഉള്ള മീറ്റിംഗ്സ്. ജൂലൈ 5-ാം തീയതി രാവിലെ ഒരു 10 മണിയായപ്പം PRO ചാർജ് ദ അഫയേഴ്സ് ഡിപ്ലോമാറ്റ് ഇവർ രണ്ടുപേരും കൂടി കസ്റ്റംസിൻ്റെ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ PRO എന്നെ വിളിച്ചിട്ട് പറയുന്നു, മാഡം ഇങ്ങനെയാണ്, കൺസൈൻമെൻറ്റ് തുറന്നു, സാധനങ്ങളിൽ ഗോൾഡ് കോൺഫിസ്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് പെർ റെക്കോർഡ്സ് 30 കിലോസ്. അല്ല, അന്ന് മാധ്യമങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അടച്ചിട്ട മുറിയിലെ ചർച്ച എന്ന് പറഞ്ഞത്, ക്ലോസ്ഡ് റൂമിലെ ഡിസ്കഷൻ. പിന്നെ മീഡിയ വിളിച്ചിട്ട് ഡോറ് തുറന്നിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രിക്കും കോൺസുലേറ്റിനും. ഇത് 2 കൺട്രീസാണ്, ഇത് 2 ഡെസിഗ്നേഷൻസ് മാത്രമാണ്. പക്ഷെ വി ആർ ആക്ച്വലി നമ്മൾ ഒരു കൺട്രിയെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പൊ പവർ UAE പവർ നമ്മളെ കയ്യിലും കേരളത്തിന്റെ പവർ കേരളത്തിലെ പഴയ മുഖ്യമന്ത്രിയുടെ കയ്യിൽ. അപ്പം ഒരു സ്റ്റേറ്റും ഒരു കൺട്രിയും തമ്മിലുള്ള നെഗോസിയേഷൻസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ്, ഇതൊന്നും എനിക്ക് മലയാളത്തിൽ പറയാൻ അറിഞ്ഞൂടാ. അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അത് ക്ലോസ് ഡോർ ചർച്ചകളിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. ശരിക്കും അത് ഒഫീഷ്യലി അന്നത്തെ ചീഫ് മിനിസ്റ്ററും മാമും മാത്രം തന്നെയുള്ള ഡിസ്കഷൻ ആണോ, അതോ അതിനകത്ത് ഞാൻ മാത്രമായിട്ടും ഉണ്ട്, അല്ലാതെ ചീഫ് മിനിസ്റ്ററും നമ്മളെ കോൺസുൽ ജനറലുമായിട്ടും ഉണ്ട്. എല്ലാ മീറ്റിംഗ്സിലും ഞാൻ ഭാഗമാണ്. പക്ഷെ മാധ്യമങ്ങൾ പറഞ്ഞ കഥകളിൽ അതിനും അപ്പുറത്തേക്കായിരുന്നല്ലോ. എന്താണ്? അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കുടുംബം അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളത്. അതെന്തിനായിരുന്നു വരുന്നത്? അവര് അധികാരങ്ങളിലൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ. അപ്പൊ അങ്ങനെ അധികാരത്തിൽ ഇല്ലാത്ത ആൾക്കാർ ഇതിലൊക്കെ ഉൾപ്പെട്ടു എന്ന് മാം പറയുന്നത് അതൊരു ഫേക്ക് സ്റ്റോറി ആയിട്ട് മാത്രമേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ. കാരണം അവരാരും അധികാരത്തിലേക്ക് വരുന്നില്ല, അവരാരും ഒരു ചുമതലകളിലും ഇരിക്കുന്നില്ല, അവര് സാധാരണക്കാർ മാത്രമാണ്. ഇപ്പം എന്നെയൊക്കെ പോലെ മുഖ്യമന്ത്രി അച്ഛനാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭർത്താവാണ് എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അവരെ അനാവശ്യമായിട്ട് വലിച്ചഴിക്കാൻ പറ്റുമോ ഇതിലേക്കൊക്കെ? അനാവശ്യമായിട്ട് അഴിച്ചുകൂടാ, ആരെ അഴിച്ചുകൂടാ. താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്കളുടെ അച്ഛനും അമ്മയും ഇടപെടൂലേ? അല്ല, എനിക്കെന്താ ആവശ്യം വരേണ്ടത്? ഇത് ഒരു രാജ്യം, UAE എന്ന് പറയുന്ന ഒരു രാജ്യം, കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. എൻ്റെ അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കാം. അപ്പൊ എനിക്കെന്താ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു താല്പര്യം വരേണ്ട കാര്യം എന്തായിരിക്കുന്നത്? ദാറ്റ്സ് വാട്ട് ഐ എം ആസ്കിങ് യു. താങ്കൾക്ക് UAE എന്ന രാജ്യത്തിൽ നിന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു ബന്ധം താങ്കളുടെ അച്ഛനുണ്ടെങ്കിൽ, താങ്കളുടെ അച്ഛനും അമ്മയും നമ്മളടുത്ത് സംസാരിക്കില്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ്സ് എ പേഴ്സണൽ മീറ്റിംഗ് ഇൻ ദ ക്ലിഫ് ഹൗസ്. നമ്മൾ ഫാമിലി മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ. മാമിന് അവരോടുള്ള ഒരു ദേഷ്യം കാരണം പറയുന്നതല്ലേ ഇതൊക്കെ? അവരെന്റെ എന്തെങ്കിലും ഫാക്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും തെളിവുണ്ടാവും നമ്മുടെ കയ്യിൽ? തെളിവുകൾ ഉള്ളതുകൊണ്ടല്ലേ എൻ്റെ 164 ഞാൻ കൊടുത്തിരിക്കുന്നത്. അവരെൻ്റെ അമ്മാവൻ്റെ മകളൊന്നും അല്ലല്ലോ എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യം തോന്നുന്നത്. വൈ ഷുഡ് ഐ? പഴയ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും എന്ന് പറയുന്നത് എൻ്റെ റിലേറ്റീവ്സ് അല്ലേ. ഞാൻ ജയിലിൽ കയറിയതിന് ശേഷമാണ് അവരുടെയൊക്കെ യഥാർത്ഥ നിറം അറിയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അവരുമായിട്ട് എനിക്ക് എന്ത് ഇത് എന്ന് വെച്ചാൽ ജയിലിൽ കയറിയ ശേഷം അവരുടെ വേറൊരു സൈഡ്, ഒരു നെഗറ്റീവ് സൈഡ് കണ്ടു എന്നാണ്. അല്ല, എന്നെ സ്കേപ്പ് ഗോട്ട് ആക്കി അന്വേഷണം എല്ലാം എൻ്റെ തലയിൽ വെച്ച് ഒതുങ്ങുക എന്നുള്ളത് മനസ്സിലായത് അതിന് ശേഷമാണല്ലോ. ശരിക്കും ആ ഒരു കേസ് യഥാർത്ഥ റൂട്ടിലാണ് പോയിരുന്നെങ്കിൽ അവരെല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടുമായിരുന്നു. 100%. അതല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100% നേരായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ പോവുകയാണെങ്കിൽ അന്നൊരു സ്ത്രീ സ്വപ്ന സുരേഷായി മാറിയെങ്കിൽ ഇവരെല്ലാവരും കയറേണ്ടത് കയറും. എന്നെങ്കിലും ഒരു ദിവസം കയറും. അതിൻ്റെ എല്ലാ ഒരു സയൻസ് ഫ്രം അബവ്, ദൈവത്തിൻ്റെ ആ ഒരു ദൈവം തുടങ്ങിയിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ലക്ഷണങ്ങൾ ഇപ്പം കണ്ടു തുടങ്ങിയല്ലോ. സോ ഐ എം കൈൻഡ് ഓഫ് വെരി ഹാപ്പി. ഇന്നും ന്യൂസ് ഉണ്ടായിരുന്നു 2.5 കോടിയോളം. ഞാൻ മാമിന് ഇപ്പോൾ ഒരു ടൈം മെഷീൻ തരുവാണ്. ഓക്കെ, അത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ? നമുക്ക് അതുവഴി നമുക്ക് ട്രാവൽ ചെയ്യാമല്ലോ. പാസ്റ്റിലേക്കും പോവാം, ഫ്യൂച്ചറിലേക്കും പോവാം. പക്ഷെ ഞാൻ പാസ്റ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാനും കൂടെ വരാം ട്രാവൽ ചെയ്യാൻ. നമുക്കൊരു 6 വർഷം പിന്നിലേക്ക്, ഇന്നിപ്പോൾ 2026 ജൂലൈ 20, നമുക്ക് 2020 ജൂലൈ 5 പോകാം. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്തെങ്കിലും കാര്യം, അതെന്തെങ്കിലും ക്ലൂ എന്തെങ്കിലും വേണോ? എന്തിനാ? ജൂലൈ 5-ാം തീയതി രാവിലെ ഒരു 10 മണിയായപ്പം PRO ചാർജ് ദ അഫയേഴ്സ് ഡിപ്ലോമാറ്റ് ഇവർ രണ്ടുപേരും കൂടി കസ്റ്റംസിൻ്റെ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ PRO എന്നെ വിളിച്ചിട്ട് പറയുന്നു, മാഡം ഇങ്ങനെയാണ്, കൺസൈൻമെൻറ്റ് തുറന്നു, സാധനങ്ങളിൽ ഗോൾഡ് കോൺഫിസ്കേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയായിരുന്നു? ആസ് പെർ റെക്കോർഡ്സ് 30 kilos. ഓക്കെ. അപ്പം അങ്ങനെ അപ്പം ഈ കൺസൈൻമെൻറ്റ് ചാർജ് ദി അഫയേഴ്സിൻ്റെതാണെന്ന് ഡിക്ലറേഷൻ അവിടെ എഴുതി കൊടുക്കുകയും, എന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിൻ്റെ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആക്ച്വലി തുറക്കാൻ പാടില്ല വിത്തൗട്ട് പെർമിഷൻ. പക്ഷെ അത് തുറക്കുകയും അതിൻ്റെ അകത്തുള്ള സാധനങ്ങളിൽ ഗോൾഡ് മാത്രം എടുത്തിട്ട് അന്നത്തെ ഓഫീസർ ബാക്കി ഡേറ്റ്സ്, ചോക്ലേറ്റ്, ഷൂസ് എല്ലാം ഡിപ്ലോമാറ്റിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് PRO അവിടെ തന്നെ വെച്ചു. അപ്പോൾ ഉച്ച ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു TV സ്ക്രോൾ വരുന്നു, ദാറ്റ് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഗോൾഡ് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഓൾറെഡി ഡിപ്ലോമാറ്റിൻ്റെ സാധനമാണെന്ന് ഡിപ്ലോമാറ്റ് ഡിക്ലറേഷൻ കൊടുത്തു. പിന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്നേരം ഞാൻ അവിടെ ജോലി ചെയ്യുന്നില്ല. പിന്നെ അവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന എന്നെ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്നില്ല, അവിടെ വിട്ടിട്ട് മറ്റൊരിടത്തേക്കായി. ഞാൻ കേരള ഗവൺമെന്റ് പ്രോജക്റ്റ് IT അല്ല, സ്പേസ് പാർക്ക്. അപ്പം ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബോദർ മീ അറ്റ് ഓൾ. പക്ഷേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അപ്പോൾ അന്ന് ഞാനും ശിവശങ്കർ സാറും ഒരുമിച്ചിരുന്നാണ് ഈ ന്യൂസ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ എണീറ്റ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ സെക്രട്ടേറിയറ്റിലോട്ട് പോവുക, ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് ഒരു വെപ്രാളം കാണിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ചോദിച്ചിട്ട്, ഐ ജസ്റ്റ് സോ എ ന്യൂസ് ഇൻ ദ TV, വാട്ട്സ് ഹാപ്പനിങ്. എൻ്റെ അടുത്ത് നിന്ന് ഒരുമിച്ചിരുന്ന് ന്യൂസ് കണ്ടിട്ട് പോയ ആളാണല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു മെസ്സേജ്? അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, വൈ ആർ യു ആസ്കിങ് മീ സച്ച് എ ക്വസ്റ്റ്യൻ? അല്ല, ഇത് ജസ്റ്റ് ഫോർ റെക്കോർഡ്സ് പർപ്പസ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പം PROയുടെ അമ്മയൊക്കെ ഭയങ്കര അല്ല എന്ന് വെച്ചാൽ ഒരുമിച്ചിരുന്ന് വാർത്ത കണ്ടിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. അതെ, അവിടെ പോയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഈ കോള് വിളിച്ച് ചോദിക്കുകയാണ്. അപ്പം അതിന് മാം തിരിച്ചു പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നു വെച്ചപ്പോൾ ഇറ്റ്സ് ഫോർ റെക്കോർഡ്സ്. അപ്പോൾ അവിടെ മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ അവിടെ ഒന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്കും തോന്നിയില്ല. നോ, PROയ്ക്ക് എന്ത് നമ്മൾ ആ കൺഫ്യൂഷനിലും ടെൻഷനിലും. എനിക്കാണെങ്കിൽ 100 കോൾസ് വന്നുകൊണ്ടിരിക്കുക. കോൺസുൽ ജനറലിൻ്റെ വരുന്നു, ചാർജ് ദി അഫയേഴ്സിന് അവിടെ ഇരുത്താൻ പാടില്ല, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അല്ല, അപ്പോൾ മാം അന്ന് ജോലി ചെയ്ത ആ പൊസിഷനിൽ പുതിയ ആളില്ലേ അവിടെ അത് നോക്കാനായിട്ട്? അതെന്താ അങ്ങനെ അവിടെ നിന്ന് ഒരാളെ ആ ഒരു പൊസിഷനിൽ വെക്കാണ്ട് എങ്ങനെ ഇറങ്ങാൻ പറ്റുന്നു? ദാറ്റ് ഈസ് ദെയർ ഡിസ്ക്രിപ്ഷൻ. ഞാനല്ലേ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വേറൊരാൾ വരുന്നത് വരെ അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ സപ്പോർട്ടോ ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ ഒരേ സമയം അവിടെയും ജോലി ചെയ്തു വിത്തൗട്ട് സാലറി ആയിരിക്കും? വിത്തൗട്ട് സാലറി, വിത്ത് CM's നോളജ്. UAE കോൺസുലേറ്റും സപ്പോർട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തത്. ബിക്കോസ് അത്രയും സ്ട്രോങ് ബന്ധമാണല്ലോ. ആ ഒരു സ്ട്രോങ് ബന്ധം ഏറ്റവും അടുത്ത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ അടുത്ത് കിട്ടണം എന്നുള്ളത് കൊണ്ടാണോ ഗവൺമെന്റ് ഓഫ് കേരളയുടെ എംപ്ലോയി ആയിട്ട്? അതെ, അതൊക്കെ അവരുടെ CMൻ്റെയും ശിവശങ്കർ സാറിൻ്റെയൊക്കെ ഒരു ബ്ലൂ പ്രിന്റ് മാനിപ്പുലേഷൻ ആണ് ഇതെല്ലാം. അത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഞാനാണ് ഏക ശമ്പളം വീട്ടിൽ കൊണ്ടുവരുന്ന വ്യക്തി. 2 മക്കൾ പഠിക്കുന്നു, അച്ഛന് സുഖമില്ല. അപ്പം ഐ റിയലി ഹാവ് ടു ഹാവ് എ ജോബ്. എന്തായിരുന്നു അവിടുത്തെ പാക്കേജ്? സാലറി എങ്ങനെയായിരുന്നു UAE കോൺസുലേറ്റിൽ? 1,07,000 രൂപ. അപ്പോൾ ഇവിടെ വരുമ്പോഴോ സ്പേസ് പാർക്കിൽ? അല്ല, 1 ലക്ഷം എനിക്ക് ഡോളേഴ്സ് ആയിരുന്നു UAE കോൺസുലേറ്റ്. അത് മാറ്റം വരും. ഇവിടെ 1,07,000 രൂപ തന്നെ. എന്തായിരുന്നു ആ പോസ്റ്റ്? ഓപ്പറേഷൻസ് മാനേജർ, സ്പേസ് പാർക്ക്. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ അത്രയും സാലറി ഒക്കെ അങ്ങനെ? ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, സെമി ഗവൺമെന്റ് ആണ്. ഇറ്റ്സ് എ പ്രോജക്റ്റ് അണ്ടർ KSITIL. അപ്പോൾ ഞാൻ പെട്ടെന്ന് PROയുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഇമോഷണൽ ഇഷ്യൂസായിട്ട് നിൽക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പോയി അവരെ സമാധാനിപ്പിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് നോക്കാം എന്താണെന്ന്. അങ്ങനെ കസ്റ്റംസ് ഓഫീസിലോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ പറയണത് പോലെ കാര്യങ്ങൾ ചെയ്തോളാം. അപ്പോഴും എനിക്കൊന്നും ആക്ച്വലി ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, രാത്രി എന്നെ കൊച്ചിക്ക് വിടണം,
തൽക്കാലം സന്ദീപ് എന്ന് പറഞ്ഞ ഒരാൾ വരും, പുള്ളിക്കാരൻ പറയണത് പോലെ കേട്ടാൽ മതി, ഇനി താങ്കളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കണ്ട, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റേ ഫോൺ വഴിയായിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ്സ് ഓൾ. അതിനുശേഷം ജൂലൈ 9th വരെ അനുഭവിച്ച ടോർച്ചറും ഭയാനകമായ സംഭവങ്ങളും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദാറ്റ് ഞാൻ ജീവനോടെ എന്തായാലും തിരിച്ചു വരും. 1% പോലും മാമിന്റെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് ഇല്ല, അങ്ങനെയാണോ പറയുന്നത്? 500% or 1000% there is no mistake from my end. ഞാൻ എന്താണ് ചെയ്തതെന്നാണ് ഞാനും ചോദിക്കുന്നത്. എന്നെ ഇത്രത്തോളം കല്ല് വാഴി എറിയാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഐ ഡോണ്ട് നോ. അവർക്കൊരു ഇരയെ വേണമായിരുന്നു, അതിന് 100% I was a scapegoat. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ടൈം മെഷീനിലാണ്, 2020 ഒരു മാസം കൂടെ നമുക്ക് പിന്നോട്ട് പോവാം. അതായത് 2020 ജൂലൈ 5 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിനും ഒരു മാസം മുൻപ് കേരളം കത്തി നിൽക്കുന്ന ഒരു 5 വിവാദങ്ങൾ, ഞാൻ 5 മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിനപ്പുറത്ത് വിവാദങ്ങളുണ്ട്, അത് മീഡിയയ്ക്ക് എല്ലാവർക്കും അന്വേഷിക്കാവുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ അതിലൊന്ന് സ്പ്രിംഗ്ലർ വിവാദം. അത് എൻ്റെ ഡേറ്റ ഉൾപ്പെടെ, അതായത് ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു കോമൺ മാനാണ്, എൻ്റെ ഡേറ്റ എൻ്റെ അനുവാദമില്ലാതെ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്ക് വിറ്റു എന്ന് പറയുന്ന വിവാദം. യെസ്, ബെവിക്യു ആപ്പ് അഴിമതി. അതായത് വീട്ടിലിരുന്ന് മദ്യപിക്കാനായിട്ട് ഒരവസരം കൊടുത്തുകൊണ്ട് ഒരു ആപ്പ് ഉണ്ടാക്കി അതിലുണ്ടായ അഴിമതി. പമ്പയിലെ മണൽവാരൽ എന്ന് വെച്ചാൽ ആ ഒരു വലിയ ഫ്ലഡ് വന്നതിന് ശേഷം, ആ ഫ്ലഡ് എന്താണെന്നുള്ളതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. എനിക്കിതൊരു രാഷ്ട്രീയ ആരോപണമൊന്നുമല്ല. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും ഇവൻ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുകയാണെന്നുള്ളത്. രാഷ്ട്രീയവും ജനങ്ങളുടെ കാര്യവും ഒന്ന് തന്നെയാണ്. അതിൻ്റെ കാര്യം മാത്രം ഒരു കോമൺ മാൻ എന്ന രീതിയിൽ ഞാൻ ചോദിച്ചു പോകുന്നത് മാത്രമാണ്. അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധത്തിലുണ്ടായ കൊള്ളയുണ്ട്, അതായത് PPE കിറ്റ്, അത് ഇതൊക്കെ വാങ്ങിയതും എത്രയോ ഇരട്ടിയായിരുന്നു അതിൻ്റെ കാശ് കൊടുത്തതൊക്കെ. അന്നെല്ലാവരും നന്മമരങ്ങളായിരുന്നു, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അവരെ കണ്ടിരുന്നത്. അല്ല, ഞാൻ അങ്ങനെയല്ല കണ്ടത്. ബിക്കോസ് ഇതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടന്നത് എൻ്റെ വീട്ടിലാണ്. ആൻഡ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ടീമിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ശിവശങ്കർ സാറായിരുന്നു. ഈ ആപ്പൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് അതിനൊരു രൂപം കൊടുത്തതും, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഐറ്റംസ് വേണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. വി നോ എവറിത്തിങ് അബൌട്ട് ദിസ്. ഈ ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നേരത്തെ കൊട്ടേഷനൊക്കെ വിളിച്ചിട്ടായിരുന്നോ കൊടുത്തിരുന്നത്? ആരാ ഡെവലപ്പ് ചെയ്ത്? കെൽട്രോണോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ലല്ല, ഓരോ സ്റ്റാർട്ടപ്പ് കുട്ടികളെ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇനിയുണ്ടായിരുന്നു ഈ പ്രവാസി പുനരധിവാസവും ചാർട്ടർ വിമാന വിവാദവും ഒക്കെ. ആ കോവിഡ് കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതിനകത്ത് നടത്തിയ അഴിമതികൾ. ഇങ്ങനെ ഒരു 5 അതിൽ കൂടുതലുണ്ട്, ഞാൻ 5 മാത്രം നോട്ട് ചെയ്തതേ ഉള്ളൂ. ഈ വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അന്നത്തെ LDF ഗവൺമെന്റ് പ്രതിരോധത്തിലാണ്, ഇനി മുന്നോട്ട് പോക്കില്ല. എനിക്ക് തോന്നുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് കുറച്ചും കൂടി ശക്തനായിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയാണെന്ന് തോന്നുന്നു, അദ്ദേഹം മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി നിലയിൽ വളരെയധികം മികച്ച പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടെന്നറിയില്ല, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത്രയും ഒരു ഫെസിലിറ്റി കൂടെ ഇല്ലാത്തതുകൊണ്ടാവാം, എനിക്കറിയില്ല. എങ്കിലും പ്രതിപക്ഷം ശക്തമായിരുന്നു, പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നു. LDF വീഴും എന്ന് ഉറപ്പിച്ച ഒരു ഘട്ടത്തിൽ ഈ വിവാദങ്ങളെല്ലാം മറന്ന് മറ്റൊരു വിവാദം, മലയാളി അങ്ങനെയാണല്ലോ, മലയാളിക്ക് ഇന്ന് കിട്ടുന്ന സാധനം നാളെ മറ്റൊന്ന് കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും. മലയാളി മാത്രമായിരിക്കില്ല, മൊത്തം ജനങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും. അപ്പോൾ മാമിനെ ഒരു അതായത് ഒരു സ്വർണ്ണക്കടത്ത് വിവാദം ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ സ്വർണം കടത്തുന്നത്, ആണോ? ഞാൻ സ്വർണം കടത്തിയിട്ടില്ല. ഓക്കെ, മാം കടത്തിയിട്ടില്ല. അതുവഴി ആ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി വന്നിട്ടില്ലേ ഇതിന് മുന്നേ? വന്നിട്ടുണ്ടാകാം, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട് അല്ലേ? അതുവരെ പിടിക്കപ്പെടാത്ത സാധനം ഇപ്പോൾ പിടിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളെ ഇരയാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഇരയാക്കി ഇട്ടുകൊടുത്ത് ഒരു മാധ്യമ ചർച്ചകൾ നടത്തി നിങ്ങൾ പുറത്തുള്ള ഒരാൾ ഏതോ ഒരു അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യുക, ഇവരുടെ ഈ വിവാദങ്ങളൊന്നും വെളിയിൽ വരാതെ ഇതിനെ മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത്, മാക്സിമം ലൈഫ് കൊടുത്ത്, മാക്സിമം നരേഷൻസ് കൊടുത്ത് ഇതിന് പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് ഗവൺമെന്റ് സ്പോൺസേർഡ് വിവാദമാണോ അതോ
പാർട്ടി സ്പോൺസേഡ് വിവാദമാണോ അതോ നേരത്തെ പറഞ്ഞ ഒരു സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞില്ലേ ഇത്ര പേരടങ്ങുന്ന അവര് സിൻഡിക്കേറ്റ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരുടെ കൊള്ളകളും കള്ളത്തനം വെളിയെ വരാതിരിക്കാൻ അവർ എന്നിൽ ഒതുക്കിക്കൊണ്ട് ഞാനാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതെന്നും പറഞ്ഞ് എന്നെ അബ്സ്കോണ്ടിങ് ആക്കി എന്നെ ഈ ലോകത്തു നിന്നേ മാറ്റി. ഇനി വരും ജനറേഷൻസ് പോലും സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മഗ്ലർ, അത്രേ ഉള്ളൂ. ഈ മാമിന്റെ മുന്നിരിക്കുന്ന എന്റെ കണ്ണിലും സ്വപ്ന സുരേഷ് ഒരു സ്വർണ്ണക്കടത്തുകാരി അതായിരുന്നു അവരുടെ അജണ്ട. ആ അജണ്ട അവർ നിറവേറ്റി. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ദാറ്റ് ഐ വിൽ എവർ ഓപ്പൺ. എങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചില്ല? ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് സൈലൻസ്. ഞാൻ 15 മാസം എനിക്ക് വെളിയിലത്തെ ലോകമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇതിനെക്കുറിച്ച് എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തു, ഓരോ വ്യക്തിയെ മോണിറ്റർ ചെയ്ത് പഠിക്കാൻ സമയം എടുക്കില്ലേ? എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കയറി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഐ നീഡ് ടു പ്രിപ്പയർ മൈ സെൽഫ്, ഐ നീഡ് ടു സ്റ്റഡി, ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷൻ ഏത് ലെവലിൽ എത്ര ഡിഗ്രിയിലായിരുന്നു എന്നുള്ളത്. എൻ്റെ ഹോംവർക്കിലാണ് എനിക്ക് മനസ്സിലായത് മനഃപൂർവ്വം ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഗോൾഡ് സ്മഗിൾ ചെയ്യുന്നുണ്ട്. ഇന്നും ഇന്നലെയും ഇനിയിപ്പോൾ നാളെയും വരുമായിരിക്കാം. പക്ഷെ അതൊന്നും UAPA അട്രാക്റ്റ് ചെയ്യുന്നില്ല, NIA വരുന്നില്ല. നമ്മളുടെ ഒരു കേസ് മാത്രം NIA വരുന്നു, നമ്മളെയൊക്കെ തീവ്രവാദിയാക്കുന്നു. എന്ന് വെച്ചാൽ ഒരിക്കലും ജാമ്യം കിട്ടരുത്, വെളി വരരുത്. പ്രതിപക്ഷത്തിന്റെ അവിടെ നിന്ന് കൊണ്ടാ വഴിയില്ലല്ലോ, കാരണം കേസിന്റെ റൂട്ട് തന്നെ വേറെയല്ലേ. അതെ അതെ, അവിടെ കണ്ണിലും നിങ്ങൾ ഒരു സ്മഗ്ലറാണ്. അതെ, ഇപ്പം ആരുടെ കണ്ണിൽ എന്താണെന്നുള്ളത് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷെ എൻ്റെ മക്കളെ മുമ്പേ എനിക്ക് പ്രൂവ് ചെയ്യണ്ടേ? ഐ എം റെസ്പോൺസിബിൾ ടു ദെം ദാറ്റ് യുവർ മദർ ഹാസ് നോട്ട് ഡൺ എനിത്തിങ് അൺലോഫുൾ ആൻഡ് ഷീ ഈസ് നോട്ട് ദാറ്റ്. ആ ഒരു വൃത്തികെട്ട സ്ത്രീ അല്ല നിങ്ങളുടെ അമ്മ എന്നുള്ളത് എനിക്ക് അവരെ മുമ്പേ പ്രൂവ് ചെയ്യണം. എനിക്ക് പ്രതിപക്ഷവും എന്തോ ആവട്ടെ, അല്ലെങ്കിൽ പാർട്ടി എന്തോ ആവട്ടെ, ഗവൺമെന്റ് എന്തോ ആവട്ടെ, ഈ പൊളിറ്റീഷ്യൻസ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഐ കെയർ എ ഡാം. ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരു അമ്മ എന്ന വികാരത്തോടെയാണ്. അമ്മ, സ്ത്രീ, ആ വികാരത്തോടെയാണ്. ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല എൻ്റെത്. അത് നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇവരൊക്കെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിരുന്നു അല്ലേ? സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവര് അഡ്വാൻസസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനോട് നമ്മൾ വഴങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യം. കുറേ മന്ത്രിമാരുടെ പേരുകൾ ഇങ്ങനെ അലിഗേഷൻ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ എന്താ യാഥാർത്ഥ്യം? ഞാൻ പറഞ്ഞ തന്നെയാണ് യാഥാർത്ഥ്യം. ഐ മീൻ ചാറ്റുകള്, എന്തോ പറയുക, പിന്നെ ഫോട്ടോസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെന്ന്. എനിക്ക് ഒരിക്കലും രഹസ്യമായിട്ട് അവരെ റൂമിൽ കയറി ഫോട്ടോ എടുക്കാനോ അവരുടെ കൂടെ പേഴ്സണൽ അവരുടെ ഒഫീഷ്യൽ ഭവനത്തിൽ കയറാനോ അങ്ങനത്തെ ആക്സസ് ഒന്നും അവർ തരാതെ പറ്റില്ലല്ലോ. തീർച്ചയായും. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, അങ്ങനത്തെ ആൾക്കാർ നമ്മളെ മുമ്പിലുണ്ട്. അവരെയൊക്കെ മാക്സിമം ഇവരെയൊക്കെ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കാനുള്ള എല്ലാ വകുപ്പുകളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. വന്ന വാർത്തകൾ പ്രകാരം കേരളത്തിന്റെ ആരാധ്യനായ സ്പീക്കർ, അത് വലിയൊരു പദവിയാണ്, ആ സ്പീക്കർ സ്ഥാനത്തിരുന്ന ആളെ പോലും ഇങ്ങനെ അലിഗേഷനിൽ കേട്ടു എന്നുള്ളതാണ്. അലിഗേഷനിൽ കേൾക്കാമല്ലോ പുള്ളിക്കാരൻ. I never wanted to say anything about all this because they made advances. അവർ അപ്രോച്ച് ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതിന് വഴങ്ങണോ വേണ്ടേ എന്നുള്ളത് അതെൻ്റെ ഡിസ്ക്രിപ്ഷനല്ലേ. ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്കറിയാം എവിടെ ലൈൻ വരയ്ക്കണം, എവിടെ നിർത്തണം. ആ ലൈൻ വരയ്ക്കുന്നു, ഞാൻ അവിടെ തന്നെ നിർത്തുന്നു. പിന്നെ ഈ മറ്റേ ഐസ്ക്രീം കാണുമ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഒലിക്കുന്ന കുട്ടിയെ പോലെ അവിടെ നിന്നെന്നും പറഞ്ഞാൽ എനിക്കൊന്നും അതെന്തുകൊണ്ടാണ് കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനായിട്ട് വരുമ്പോൾ അവൾക്ക് അതിന് പിന്നിൽ അവരുടെ ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷൻ ആയിരിക്കാം, എന്തോ അവർ ജോലിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം അവരെ ചൂഷണം ചെയ്യണമെന്ന് ഇപ്പോൾ പൊളിറ്റിക്സിൽ മാത്രമല്ല അതുള്ളത്, എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷേ എങ്കിലും ഇവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? ഒരു പെൺകുട്ടിയെ കാണുമ്പം ഇത് ഇവരുടെ കുഴപ്പമല്ല. കാര്യം എന്താണെന്നറിയാം, ഇവർക്ക് ഫ്രീഡം ഇല്ല, ഇവർക്ക് ഫ്രസ്ട്രേഷനാണ്. ഇവർക്ക്
ഉള്ളിലുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ ബിക്കോസ് ഇവരെ ഉള്ളിലുള്ള മോഹം തീർക്കാൻ ഇവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നല്ല പ്രായത്തിൽ മറ്റേ കല്ലേറും അടിയും കൊണ്ട് റോഡിൽ കിടക്കുക, അധികാരത്തിന് വേണ്ടി യുനോ റൺ ഇൻ യുവർ ബോക്സേഴ്സ് ഓർ യുവർ അണ്ടർവെയർ ആൻഡ് യുനോ ആ സമയം മൊത്തം അങ്ങനെ പോയി. പിന്നെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം എല്ലാ പെമ്പിള്ളേരും മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വീഴുമെന്നാണ്. അങ്ങനെ വീഴുന്നവരുണ്ടാവും. പക്ഷെ ഈ ഉള്ളിൽ കിടക്കുന്ന സെക്ഷൽ ഫയർ ഇല്ലേ, അതെവിടെ കൊണ്ടുപോയി അണയ്ക്കണം? അപ്പം ഇന്നാരൊന്നുമില്ല, പ്രായമൊന്നുമില്ല, എന്തിനോ എൻ്റെ മുമ്പേ വന്ന് ഞാൻ അവരെ എങ്ങനെ എനിക്ക് ഏത് രീതിയിൽ അവരെ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് കുഡ് ബി ബിസിനസ് അല്ലെങ്കിൽ സെക്ഷൽ ഓർ വാട്ട് എവർ. അതൊരു തരം ഫ്രസ്ട്രേഷനാണ്. അത് കേരളത്തിലെ ആണുങ്ങൾക്ക് കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഇവിടെ നമ്മളുടെ സൊസൈറ്റിയിൽ അത്രയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ യുനോ അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ആണല്ലോ ഇവർക്കൊക്കെ. പിന്നെ ഏത് മൊബൈലിൽ ഏത് ക്യാമറ എപ്പോൾ ഓണാവും, എപ്പം ട്രോള് വരും, എപ്പോൾ എങ്ങനെ വരും എന്ന് പറയാൻ അറിഞ്ഞൂടാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇതെല്ലാം ഉള്ളിലൊതുക്കി പണ്ടാരം അടങ്ങണോണ്ടേ. എന്നിട്ട് ഉള്ളിൽ ഒതുക്കി കൊണ്ട് പുറത്തേക്ക് വിടുന്നത് എവിടെയാ? ഇതുപോലെ നമ്മളെ പോലെയുള്ളവരൊക്കെ വരുമ്പോഴത്തേക്കും ഇതങ്ങ് പൊട്ടും. ഈ ഡാം പൊട്ടി ഒലിയുമ്പോഴത്തേക്കും സം പീപ്പിൾ വിൽ ഫോൾ ഫോർ ഇറ്റ്. എന്നെ പോലെ ചില റെയർ കേസുകൾ എന്തുവാ, നമ്മൾ ഇതുപോലത്തെ കിളവന്മാരല്ലല്ലോ കണ്ടു വളർന്നിട്ടുള്ളത്. യു നോ ദ എന്തുവാ സൗന്ദര്യം ഓഫ് ദ UAE ബോയ്സ് ആൻഡ് മെൻ, റൈറ്റ്? അവിടെയൊന്നും തെറ്റിപ്പോകാത്തുന്ന എന്നെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഈ കിളവന്മാരുടെ അടുത്ത് വാട്ട് യു വിൽ ഫീൽ? ഐശി, ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നാളെ അതുപോലെ ആകരുതെന്നാണ് ഞാൻ പറയണത്. മേക്ക് ഫോറിൻ ട്രിപ്സ്, സീ ഡിഫറെൻറ്റ് കൾച്ചർ. ഈ വെസ്റ്റേൺ കൾച്ചറൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ജസ്റ്റ് എ ബ്ലഡി 2 minute സാറ്റിസ്ഫാക്ഷൻ. അതിന് വേണ്ടിയിട്ട് മന്ത്രിസഭ വരെ വീഴ്ത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ടിപ്പിക്കൽ ഓൾഡ് ഏജ് ഫൂൾസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല, മാമായിട്ട് അലിഗേഷൻ കേട്ടതിൽ ഒരാളുടെ വോയിസ് ക്ലിപ്പൊക്കെ അന്ന് ലീക്കായിരുന്നു, വേറൊരു ആള് വെച്ചിട്ട്. ഇപ്പൊ ആളിപ്പോ MLA സ്ഥാനം ഇല്ലാതെ വീട്ടിലായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിൽ അലിഗേഷൻ വന്ന എല്ലാവരും വീട്ടിലാണ്. എല്ലാവരും സ്വസ്ഥതയോടെ വീട്ടിൽ ഇരിക്കുന്നു. ബിക്കോസ് അവർ വീട്ടിൽ തന്നെ ഇരിക്കണം. കഴക്കൂറ്റത്ത് MLA ആയിട്ട് പുള്ളിക്കാരൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? 2 വട്ടം ജയിച്ചതാണല്ലോ. ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി നമ്മളുടെ അമ്മമാര്, നമ്മളുടെ സഹോദരിമാര്, നമ്മളുടെ പെൺമക്കളൊന്നും സേഫ് അല്ല. യുനോ വാട്ട്, പണ്ടത്തെ സിനിമയിലെ TJ രവിയെ പോലെ ആയിപ്പോയി ഇയാള് ശരിക്കും. That's what I said. He is really frustrated in life. What does he want? He wants money and females. And I don't know what this old Mallu can do.